എക്സ്പെക്റ്റേഷൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും അവാർഡുകളെ കുറിച്ചിട്ട് ഇപ്പം സ്റ്റേറ്റ് അവാർഡ് പോലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അതിന് ഇത്രമാത്രം എത്ര വിലയുണ്ട് എന്നുള്ളത് അത് അനൗൺസ് ചെയ്ത ആ നിമിഷം മുതൽ ഇപ്പോൾ വരയ്ക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സെല്ലുലോയിഡ് പോലത്തെ ഒരു സിനിമയിൽ പ്രത്യേകിച്ച് കമൽ സാറിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളിലൊന്നാണത്. അപ്പം അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിക്കുന്നതെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ വന്ന സമയത്ത് പിന്നീടാണ് അതിൽ പാടുന്നത്. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ട്യൂൺ പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാം അത് നല്ലൊരു മെലഡിയാണ് എന്നുള്ളത്. അത് പാടാൻ പറ്റിയാൽ വളരെ സന്തോഷം, ഭാഗ്യം എന്ന് വിചാരിച്ചിരുന്നു. അത് പാടാൻ സാധിച്ചു. അങ്ങനെ ഒരു മ്യൂസിക്കൽ സ്പേസ് ആ സിനിമയിൽ ഉണ്ടായി എന്നുള്ളതിന് ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു എം ജയചന്ദ്രൻ സാർ, കമൽ സാർ, അത് എഴുതിയ ചന്ദ്രേട്ടനോടും ഒക്കെ. പിന്നെ അതിന് പുറമെയാണ് സത്യത്തിൽ ഇങ്ങനൊരു അവാർഡ് കിട്ടുന്നത്. ഒരു ഏജിൻ്റെ ഒരു ബാരിയർ ഇല്ലാണ്ട് ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു. അങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റി എന്നുള്ളത് വലിയ ഭാഗ്യം. അവാർഡ് കിട്ടിയത് വലിയ സന്തോഷം. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഇനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. യൂത്ത് ഫെസ്റ്റിവൽസ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എല്ലാ സമയത്തും, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ. അതെ, അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, പിന്നെ ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, റെസിറ്റേഷൻസ്, ഇംഗ്ലീഷ്, മലയാളം, ഇതൊക്കെയായിരുന്നു ആ സമയത്തുള്ള ഐറ്റംസ്. അപ്പോൾ അന്നൊക്കെ എന്താ വെച്ചാൽ ഡാൻസിന് കിട്ടുന്ന സമ്മാനങ്ങളാണ് ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യപ്പെടുക. അപ്പോൾ പത്രത്തിലാണെങ്കിൽ ഇപ്പോഴും എൻ്റെ കയ്യിൽ മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അതന്ന് ഭയങ്കര പ്രസ്റ്റീജിയസ് ആണ് അങ്ങനെ വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്യണ ആളെന്നുള്ള രീതിയിലാണ് കുറച്ചും കൂടി എല്ലാവർക്കും അറിയുണ്ടായിരുന്നു എൻ്റെ സ്കൂളിലൊക്കെ. പിന്നീട് കോളേജിലെത്തിയപ്പോഴും ഇതേമാതിരി തന്നെ കലാതിലകമായപ്പോഴും ഭരതനാട്യം, കുച്ചിപ്പുടി, ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്കാണ് ചെയ്തിരുന്നത്. 2 തവണയാണ് കലാതിലകമായ, 2006-ലും 2007-ലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഡാൻസിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് പാട്ടിൽ വന്നു. ഇവിടെ നാച്ചുറലി ക്ലാസിക്കൽ ഡാൻസിനുള്ള സ്റ്റേജസ് കുറച്ച് കുറവാണ്. അപ്പം അറിയാതെ മ്യൂസിക്കിലേക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇപ്പോൾ പിന്നെ ഫുൾ ഫോക്കസ് അതിലായി. അങ്ങനെ സിനിമയിലെ ഒരു ശബ്ദം സിനിമയുടെ ഭാഗമായിട്ട് ബിഗ് സ്ക്രീനിൽ കേൾക്കണം എന്നുള്ളത് വലിയ മോഹം തന്നെയായിരുന്നു, ഭയങ്കര സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു. അത് ആദ്യമായിട്ട് അങ്ങനെ അതിശയം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യം പാടുന്നത്, വിനയൻ സാറിൻ്റെ ഫിലിമിൽ. അതിൽ കാവ്യമാധവന് വേണ്ടി പാടിയ പാട്ട് സ്ക്രീനിൽ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് നേരത്തേക്ക്. അത് എല്ലാവരുടെയും മാതിരി തന്നെ അത് വലിയ മോഹമായിരുന്നു. ആദ്യം ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഓരോ പാട്ട് വരുമ്പോഴും പാട്ടുകളും സിനിമകളും ഒക്കെ പോപ്പുലറായിരുന്നു. ട്രാഫിക്കിലെ പാട്ടാണെങ്കിലും, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, എൽസം എന്ന ആൺകുട്ടി, ഈ ഓരോ സിനിമ വരുമ്പോഴും എക്സ്ട്രീംലി സെലിബ്രേറ്റഡ് ആയ സിനിമകളാണൊക്കെ. പാട്ടുകളും പോപ്പുലറായിരുന്നു. പക്ഷേ ഈ പാട്ടൊക്കെ ഇപ്പം സിത്താര എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പാടിയിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ അവസരം കിട്ടുന്നത് സെല്ലുലോയിഡിന് ശേഷമാണെന്ന് മാത്രം. തീർച്ചയായിട്ടും പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അറിയാം ഇതാരാ പാടിയിരിക്കുന്നത്, ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒക്കെ അറിയാമായിരുന്നു പാട്ട് എന്താണെന്നുള്ളത്, ഏതൊക്കെയാണ് പാട്ടുകൾ എന്നുള്ളത്. ഇപ്പോഴും ചില ആളുകളൊക്കെ ഞാൻ മത്സരകാലത്ത് പാടിയിരുന്ന പാട്ടുകൾ പോലും തിരിച്ചറിഞ്ഞ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും അറിയുക എന്നതിനേക്കാൾ ഉപരി ആ പാട്ടുകളൊക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പം ഞാൻ പാടി എന്നുള്ളത് നമുക്ക് അതൊക്കെ വിടാം. ഞാൻ ഒരു പാട്ട് പാടുന്ന ആളെ പോലെ തന്നെ നല്ല ലിസണറും കൂടിയാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതേപോലെ നല്ല പാട്ടുകളുടെ കൂട്ടത്തിൽ ഈ ഞാൻ പാടിയ കുറച്ച് പാട്ടുകളെയും കൂട്ടുന്നു എന്നുള്ളത് സന്തോഷമായിട്ടാണ് വിചാരിക്കുന്നത് ഞാൻ. പിന്നെ തീർച്ചയായിട്ടും ഫിലിമിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ ഒരു പ്ലസ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതിയിട്ടുള്ളൂ. അതിൻ്റെ പ്രാക്ടീസും മ്യൂസിക്കും ഒക്കെ അതർവൈസ് ആ ഒരു ഭാഗത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലാണ് എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിശയനിൽ കിട്ടുമ്പം അത് അതിശയനിലെ ആ പാട്ടെന്ന് പറഞ്ഞാൽ വിനയൻ സാറിൻ്റെ വൈഫാണ് ടി വിയിൽ പാട്ട് കേട്ടിട്ട് ആൻറ്റിയുടെ ഒരു റെക്കമെൻഡേഷനിലാണ് ആ പാട്ട് ഞാൻ പാടി, +2 പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഗുലുമാൽ എന്ന് പറഞ്ഞ സിനിമ പാടുന്നത്.
VK പ്രകാശ് സാറിൻ്റെ മൂവി. ഗുലുമാലിൽ പാടിയതിന് ശേഷം പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് കുറേ പാട്ടുകൾ പാടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നു. അപ്പോൾ പലതും ഇപ്പോൾ തമിഴിലൊക്കെ പാടിയതാണെങ്കിൽ അന്ന് ജഡ്ജായിരുന്ന ജോർജ് പീറ്റർ സാറാണ് എൻ്റെ വോയിസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞിട്ടാണ് വോയിസ് ടെസ്റ്റിന് പോയതും ഒക്കെ. എല്ലാ സ്ഥലത്തും വോയിസ് ടെസ്റ്റ് എടുത്തിട്ട് തന്നെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നത്. സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കൂടി അത് എക്സ്പ്രസ് ചെയ്യാം. സങ്കടം എന്ന് പറയുമ്പോൾ വേഗം ചെയ്യാം. അത് കുറച്ച് എന്താ പറയുക, പാട്ടിൽ സങ്കടം വരുത്താൻ പറഞ്ഞാൽ ചില സമയത്ത് കുറച്ച് ഡ്രാമാറ്റിക് ആയി പോവും. എന്നാൽ കൂടി അത് കുറച്ചും കൂടി എളുപ്പത്തിൽ വരുത്താൻ തോന്നും. ചിലത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില എക്സ്പ്രഷൻസ് പറയും. എനിക്ക് എൻ്റെ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ അതിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശ്രീ ഗോപി സുന്ദർ അദ്ദേഹമായിരുന്നു എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം അദ്ദേഹം പറഞ്ഞു തന്നത് അതൊരു ഫ്രീഡം സോങ് എന്നുള്ള രീതിയിലാണ്. ഒരു പാട്ട്, ആ പാട്ട് വരുന്ന സമയത്ത് ഒരു റോഡിലൂടെ ഒരു ബൈക്ക് റൈഡാണ്. അപ്പം അങ്ങനെ നായിക പാടിക്കൊണ്ട് നടക്കുന്നു. അവർ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം അനുഭവിക്കുന്നു, എന്നാൽ അത് ലൗഡ് ആവുന്നില്ല. അങ്ങനെ കുറേ മിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് പറഞ്ഞുതരും. അത്തരം കാര്യങ്ങൾ ചിലപ്പം നമ്മൾ കുറേയും കൂടി ഒന്ന് മനസ്സിലിട്ട് ആലോചിച്ച് പാടേണ്ടി വരും. പിന്നെ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഓരോ പാട്ടുകൾക്കും. ചിലത് അതിൻ്റെ എന്ത് ജോണറിൽ വരുന്നു എന്നുള്ളതായിരിക്കും, ചിലത് അതിൻ്റെ മ്യൂസിക്കൽ കോമ്പോസിഷൻ്റെ ചില സംഗതികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചിലത് എക്സ്പ്രഷൻസ് ആയിരിക്കും. ഓരോ പാട്ടും ഓരോ രീതിയിലായിരിക്കും ചലഞ്ചിങ് ആയി മാറുന്നത്. ഓ പൊൻതൂവലായി ആലോലം ഞാൻ മേയം വാനിടങ്ങൾ, ഓഹോ കുഞ്ഞോളമായി സാമോദം ഞാൻ തേടും സാഗരങ്ങൾ, ഓ എൻ മോഹമാം കാറ്റുപായ നീർന്നിടുന്നിതാ, ഓഹോ എൻ മൗനമാം നീറ്റിലൂടെ ആടി ആടി തീരം തേടിയോടി, ഓഹോ പൊൻതൂവലായി ആലോലം ഞാൻ മേയും വാനിടങ്ങൾ, ഓഹോ കുഞ്ഞോളമായി സാമോദം ഞാൻ തേടും സാഗരങ്ങൾ, ഫസാനായ യറാനായ ആസാദി കാ തരാന. നമ്മുടെ മാതൃഭാഷ പോലെ ഒരിക്കലും കംഫർട്ടബിൾ ആയില്ല വേറൊരു ഭാഷയിലും. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ലാംഗ്വേജിനോടും കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ഇവിടുത്തെ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ് അവിടെ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നവും കൂടി തിരുത്തി തരാൻ അവർ എക്സ്ട്രാ എഫർട്ട് എടുക്കും അവരുടെ ഭാഗത്ത് നിന്ന്. കാരണം നമ്മൾ വേറൊരു ഭാഷയിൽ നിന്നാണ് പാടുന്നതെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ. അപ്പം നമ്മളും ഞാൻ പാടിയ 2 പാട്ടൊക്കെ താമരൈ മാമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ലിറിസിസ്റ്റുകളും അവരവരുടെ വരികളെ എത്രമാത്രം സ്നേഹത്തോടെയാണ് എഴുതുന്നതെന്നും നമ്മൾക്ക് വേണ്ടി അത് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് പരമാവധി നമ്മുടെ എഫേർട്ട് എടുക്കാതെ വേറെ വഴികളില്ല, അത് ചെയ്യാന്നുള്ളത് മാത്രമല്ല. അപ്പോൾ അത് ശ്രദ്ധയോടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ എങ്ങനെയാണ് പറയാന്നുള്ളത് നമ്മളുടെ ഭാഷയിൽ എഴുതിയെടുത്തിട്ട് അതുപോലെ പാടാൻ ശ്രമിക്കും. ഞാൻ പാടിയതിൽ കന്നഡയിലെയും നല്ല പാട്ടുകളാണ്. തമിഴിലെ പാട്ട് എനിക്ക് തോന്നുന്നു അതിനാണ് മിർച്ചി മ്യൂസിക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർക്കുള്ള. അത് GV പ്രകാശിൻ്റെ, അതാണ് എൻ്റെ ആദ്യത്തെ തമിഴ് സോങ്. കൺകൾ നീയേ കാറ്റും നീയേ തൂണിൽ നീ തുരുമ്പിൽ നീ വണ്ണം നീയേ വാനും നീയേ ഊനും നീയേ ഉയരും നീ. അതായിരുന്നു തമിഴ് സോങ്. കന്നഡയിൽ ആദ്യം പാടിയ പാട്ട് ಮಳೆ ಬಂದಾಗ ಸೋರದ ಮನೆ ಗಂಡು ಹೆಣ್ಣಿಗೆ ಇದುವೇ ಅರಮನೆ, ಸೋರುವ ಸೂರನು ಸರಿ ಮಾಡ ಹೊರಟರು ಅರಿವಿಲ್ಲದೆ ಬೆರೆತು ಒಂದಾಗಿ ನಡೆದರು, ಮಳೆ ಬಂದಾಗ ಸೋರದ ಮನೆ. ഫോക്ക് സോങ്സിൽ ഭയങ്കര സത്യമുള്ള പാട്ടുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസിനൊന്നും ഒരു സ്കോപ്പും ഇല്ല ശരിക്കും പ്യുവർ നമ്മളുടെ എത്നിക് പാട്ടുകളിലൊക്കെ. അപ്പം അത്തരം പാട്ടുകൾ കേൾക്കാനും അത് അന്വേഷിക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു എനിക്കെപ്പോഴും. അങ്ങനെയുള്ള പാട്ടുകൾ അപൂർവമായിട്ട് മാത്രമേ, അപ്പം എന്ത് പാട്ടാണ് ഇപ്പോൾ സിനിമയിൽ സംഭവിക്കുന്ന പാട്ടുകൾ ക്ലാസിക്കൽ ആണെങ്കിലും ശരി ഫോക്ക് ആണെങ്കിലും ശരി, അതൊക്കെ അതിൻ്റെ ഒരു ഒറിജിനൽ ജോണറിൻ്റെ സിനിമാറ്റിക് വേർഷൻസ് ആണ്, ഫിലിമിൽ വരുന്ന രീതിയിലാണ് അത്. അപ്പം ആ രീതിയിൽ അപൂർവമായിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ പാടാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. അത് ഫോക്ക് സോങ്സിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനസ്സ് തുറന്ന് പാടാൻ പറ്റും.
പിന്നെ അതിൻ്റെ ഈ എന്താ പറയുക, അതിൻ്റെ ഗ്രാമറിനെ കുറിച്ചിട്ടൊന്നും ഭയങ്കര കോഷ്യസ് ആവാണ്ട് തന്നെ പാടാൻ പറ്റും എന്നുള്ള ഒരു വലിയ ഭംഗിയുണ്ട് അത്തരം പാട്ടുകൾക്ക്. അപ്പോൾ അങ്ങനെ പാട്ടുകൾ പാടാൻ എല്ലാ തരം പാട്ടുകളും കേട്ടോ, ഫോക്ക്ന്ന് മാത്രമല്ല, ഓരോന്ന് പാടുമ്പോഴും. അതർവൈസ് ഇപ്പോൾ ഞാൻ ക്ലാസിക്കൽ ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണ്. ഈ ഒരു വെസ്റ്റേൺ ഒരു എന്താ പറയുക, ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു പാട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്ലൂസ് ജാസ് അങ്ങനത്തെ ഒരു തരത്തിലുള്ള പാട്ടാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു ഒറിജിനൽ ഫോമിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ശൈലികളുണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിലുള്ള. സിനിമയിൽ അത്തരം ശൈലികളുടെയൊക്കെ ഒരു സിനിമയിൽ വരുന്ന വേർഷൻസ് അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അത് സിനിമയിൽ പാടുന്നവർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. ഗസൽ വേദികൾ ഞാൻ പരമാവധി ഒഴിവാക്കാറില്ല എന്നുള്ളതാണ് സത്യം. മിക്ക സ്ഥലങ്ങളിലും ഗസൽ കൺസേർട്ട് ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പോയിട്ട് ചെയ്യും. അപ്പം നല്ല ഓഡിയൻസ് ഉണ്ട് ഇപ്പം ഗസൽസിന്. മുൻപ് മുതലേ ഉണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ ഉസ്താദന്മാർ ഇവിടെ വന്ന് പാടിയിരുന്ന ഒരു വലിയ ഹിസ്റ്ററിയൊക്കെ ഓരോ സ്ഥലങ്ങൾക്കും പറയാനുണ്ട്, ഗസൽ ഇഷ്ടപ്പെടുന്ന ആളുകളുള്ള സ്ഥലങ്ങൾക്ക്. ഇപ്പം അത് ഈ പറഞ്ഞ മാതിരി നമ്മൾ എല്ലാ തരം ജോണറുകളും ഓൺലൈനിൽ അവൈലബിൾ ആയി തുടങ്ങിയപ്പോൾ ആളുകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങുന്നു പലതരം പാട്ടുകൾ. അപ്പം മുഴുവൻ കുറേ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടാവുന്നു എന്നുള്ള വലിയ നല്ല കാര്യമാണ്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും, അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിനനുസരിച്ചിട്ട് പാടാൻ പറ്റും. കുറേ കൂടി ഫ്രീഡം ഉണ്ട് പാടുന്ന സമയത്ത്. നമ്മൾ അതർവൈസ് പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളൊക്കെ പ്രയോഗിച്ച് നോക്കാനുള്ള ചെറിയ ചെറിയ സമയവും അവസരവും അത്തരം വേദികളിൽ കൂടുതൽ കിട്ടും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ വേദികൾ ഇഷ്ടക്കുറവെന്നല്ല ഒന്നിനോടും, പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരം അവതരിപ്പിക്കലാണെങ്കിലും പ്രസൻറ്റേഷൻസ് ഏത് തന്നെയാണെങ്കിലും എനിക്കിഷ്ടമാണ്. ഗസൽസിനോടൊരു കേൾവിക്കാരി എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഇഷ്ടക്കൂടുതലുണ്ടെന്ന് മാത്രം. सुहनवर बहुत अच्छे कहती है कि गालिब कहे अंदाज बयां बस की दुश्वार है हर काम का आसान होना बस के दुश्वार है हर काम का आसान होना आदमी को भी मुयस्सर नहीं आदमी को भी मुयस्सर नहीं इंसान होना बस के दुश्वार है हर काम का आसान होना बस के दुश्वार है